നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ പാലിക്കേണ്ടതായ സദാചാര മൂല്യങ്ങൾ പാലിക്കണമെന്നും, എന്നാൽ അദ്ദേഹം ഇപ്പോൾ പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നും വാദിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിനെതിരെ കൊടുത്ത പരാതികളിൽ വന്ന കേസുകൾ പിണറായി വിജയൻ ബോധപൂർവം എടുപ്പിച്ചതാണെന്നും ഒരിക്കലും നിൽക്കുകയില്ലെന്ന്, ആ കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വാദി പ്രതിയാകും, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ പെൺകുട്ടികളാണ് അതിൽ പെട്ടതെന്നും അവരുടെ പരാതി നിലനിൽക്കുന്നതല്ല എന്നും ബലാത്സംഗത്തിൻ്റെ ഗണത്തിൽ പെടുന്നതല്ല എന്നുമാണ് ഞാൻ കാര്യകാരണ സഹിതം പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് സുപ്രീം കോടതി അടക്കം ഹൈക്കോടതി അടക്കം നിരീക്ഷിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ ഏറ്റവും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രീനാമ കുഞ്ഞമ്മ. CPIയിൽ നിന്നും വന്ന് കോൺഗ്രസിൽ MLA അവിടെ മത്സരിച്ച്, അടൂരിൽ മത്സരിച്ച് അങ്ങനെ വളരെ ശക്തമായി കോൺഗ്രസിൻ്റെ UDFന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിട്ടുള്ള ഒരു ലേഡിയാണ് ശ്രീനാമ കുഞ്ഞമ്മ. അവരുടെ കഴിവുകളെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് താനും. എന്നാൽ ശ്രീനാമ കുഞ്ഞമ്മയെക്കുറിച്ചും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചും ചേർത്തുകൊണ്ട് രാജൻ ജോസഫ് എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം എന്നെക്കുറിച്ചിട്ട് മുമ്പ് ഒരു വാർത്ത ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചിരിച്ച് തള്ളുകയാണ് ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ, പന്തളം NSS കോളേജിലെ ഒരു പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ സോമൻ നായർ ക്കെതിരെ മുമ്പ് പെൺവാണിഭവുമായി ബന്ധപ്പെട്ട വാർത്ത ഞാൻ ക്രൈമിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പണം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു FB പോസ്റ്റ് ഇട്ടിരുന്നു. അത് 100% കളവായിരുന്നു. മാത്രമല്ല, ഈ പറയുന്ന സോമൻ നായർ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയും ഞാൻ രേഖകളെല്ലാം കോടതിയിൽ എത്തിയപ്പോൾ അടൂർ കോടതിയിൽ രേഖകളെല്ലാം എത്തിച്ച് അദ്ദേഹത്തെ വിസ്തരിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം കേസ് പിന്മാറുന്ന രംഗമാണ് കണ്ടിട്ടുള്ളത്. ഇത് സത്യത്തിൽ രാജൻ ജോസഫിന് അറിയില്ല. ഈ പ്രൊഫസർ അദ്ദേഹം NSS കോളേജ് മഞ്ചേരിയിൽ പ്രിൻസിപ്പാളായിരിക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു രാജൻ ജോസഫ്. രാജൻ ജോസഫിനോട് ഈ പറയുന്ന പ്രിൻസിപ്പാളായ സോമൻ നായർ അറിഞ്ഞിട്ടാണ് അദ്ദേഹം എന്നോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് എന്താണ്? പണം ചോദിച്ചു, ബ്ലാക്ക്മെയിൽ ചെയ്തു, അതിൻ്റെ പേരിൽ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നൊക്കെയാണ്. ഇത് പച്ചക്കള്ളമായിരുന്നു എന്ന് ഞാൻ രാജൻ ജോസഫിനോട് പറഞ്ഞു. രാജൻ ജോസഫ് എനിക്കെതിരെ ചെയ്ത വാർത്ത പൂർണ്ണമായും കളവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. ഞാൻ പോയിരുന്നു, ഡിസ്കഷനിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ ഏറ്റവും മികച്ചതാണെങ്കിലും അല്പം നമ്മൾ അതിര് വിട്ടു പോകുന്നു എന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ ഉപദേശിക്കാൻ പോയിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെതായ വഴികളിലൂടെ പോകുന്ന ആളാണ്. അതിൻ്റെ ഇടയിൽ എന്നെപ്പറ്റി ഷാജൻ സ്ക്രിയ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഞാനും രാജൻ ജോസഫൊക്കെ ഒരേ ഗണത്തിൽപ്പെടുന്നതാണെന്ന്. അതായത് എനിക്ക് ഷാജൻ സ്ക്രിയയോട് പറയാനുള്ളത്, താങ്കളുടെ വീഡിയോയിൽ പലതും താങ്കൾ പോലും അറിയാത്ത രൂപത്തിൽ അപകടം പിടിച്ച കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ വിമർശിക്കുന്നില്ല, അത് പിന്നീട് പറയാം. പക്ഷെ എന്നെ പറ്റിയിട്ട് പറഞ്ഞത് കള്ളമാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിന് വസ്തുതാപരമായി തെളിയിക്കാവുന്ന ഡോക്യുമെന്റ്സ് ഉണ്ടായാൽ മാത്രമേ ഞാൻ പ്രത്യേകം അങ്ങനെ പ്രസിദ്ധീകരിക്കൂ. ഉദാഹരണത്തിന് ശോഭന ജോർജിന്റെ ബ്ലൂ ഫിലിം കാസറ്റിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അത് എൻ്റെ ഓഫീസിൽ നിന്നും പോലീസ് കടത്തി. ആ കാര്യം ഞാൻ അവർക്കെതിരെ കൊടുത്ത കേസ്, എനിക്കെതിരെ കൊടുത്ത കേസല്ല, അവർക്കെതിരെ കൊടുത്ത കേസ്, സിവിൽ കേസിൽ ഞാൻ ഹാജരാക്കിയിരുന്നു. ആ ഹാജരാക്കിയ കാര്യത്തിൽ കൂടി കണ്ടിട്ടാണ് കോടതി എനിക്ക് 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചത്. എന്നാൽ താങ്കൾ എന്നെപ്പറ്റി പറഞ്ഞത് ഇതൊക്കെ കള്ളമാണ്, ഇതിങ്ങനെയൊക്കെ വാർത്ത ചെയ്യാമോ എന്നാണ്. ഇതുപോലുള്ള പല കാര്യങ്ങൾ താങ്കൾ പോലും ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങൾ എൻ്റെ കൈവശം ഉള്ളത് കൊണ്ടാണ് അത്തരം വാർത്തകളൊക്കെ ഞാൻ ചെയ്തത്. അപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് വാർത്തകളെക്കുറിച്ച് അറിയണമെങ്കിൽ, എന്നെപ്പറ്റി നെഗറ്റീവ് അറിയാം, എന്നോട് വിളിച്ചു ചോദിച്ചാൽ ഞാൻ കൃത്യമായി പറഞ്ഞുതരും. താങ്കൾക്കും അത്തരം വാർത്തകൾ ചെയ്യാൻ അത്തരം രേഖകളൊക്കെ സഹായിക്കുകയും ചെയ്യും. ഞാൻ ക്രൈം തുടങ്ങിയ 1996 അന്ന് മുതൽ 2020 വരെ ക്രൈം ഉണ്ടായിരുന്നു. ക്രൈം എന്നുള്ള മാഗസിൻ താൽക്കാലികമായി നിർത്തിവെച്ചു. കാരണം ഈ കോവിഡ് കാലത്ത് മാർക്കറ്റിംഗ് വലിയ തടസ്സമായതുകൊണ്ടും വൻ നഷ്ടമുണ്ടായതുകൊണ്ടും താൽക്കാലികം നിർത്തിവെച്ചതാണ്. ഓൺലൈൻ ചാനൽ വന്ന ശേഷം എനിക്കെതിരെ വന്ന ഒരു കേസിലും എന്നെ ശിക്ഷിക്കാവുന്നതല്ല. എൻ്റെ കേസുകളെല്ലാം തന്നെ ഹൈക്കോടതിയിൽ ഞാൻ കോഷ്യം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു ഘട്ടം വരെ നിൽക്കുകയാണ്. എനിക്ക് 100% എൻ്റെ കേസുകൾ കോഷ് ചെയ്തു പോകും എന്നുള്ളതാണ്. 17ഓളം കേസുകളാണ് എൻ്റെ പേരിൽ ഈ 5 വർഷം കൊണ്ട് പിണറായി വിജയൻ എടുത്തിട്ടുള്ളത്. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പം ഇവിടെ പറഞ്ഞു വന്നത് ശ്രീനാമ കുഞ്ഞമ്മയുടെ കാര്യമാണ്. ശ്രീനാമ കുഞ്ഞമ്മയുടെ കാര്യത്തിൽ രാജൻ ജോസഫ് അതിര് വിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം.
പക്ഷെ അദ്ദേഹത്തിന് ആ ശ്രീരാമ കുഞ്ഞമ്മ അതിൻ്റെ പേരിൽ എടുത്ത നടപടികളെല്ലാം ശ്രീരാമ കുഞ്ഞമ്മയ്ക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് വസ്തുത. ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നതിന് പകരം രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്ത രീതി അത് ഒട്ടും അംഗീകരിക്കാവുന്ന കാര്യമല്ല. അദ്ദേഹത്തിന് BNSS 35(3) പ്രകാരമുള്ള നോട്ടീസ് കൊടുത്ത് വേണം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷൻ വിളിച്ചു വരുത്തി അവിടുന്ന് ചോദ്യം ചെയ്ത് വിട്ട ശേഷം പിന്നീട് അതിന് ശേഷം വേണം അതിൽ തെളിവുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ അദ്ദേഹത്തിനെതിരെ 35(3) നോട്ടീസ് കൊടുത്തില്ല. അർണേഷ് കുമാർ വേഴ്സ് ബീഹാർ എന്ന സുപ്രീം കോടതിയുടെ വിധിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നോട്ടീസ് കൊടുത്തിരിക്കണമെന്ന്. എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സിന്ധു ജോയുടെ ഒരു പരാതിയിൽ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അർദ്ധരാത്രി 12 മണിക്ക് എൻ്റെ വീട്ടിൽ പോലീസ് വന്നു. വലിയൊരു സംഘം തന്നെ സൈബർ പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് വന്നിരുന്നു. എന്നാൽ അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അർണേഷ് കുമാർ വേഴ്സ് ബീഹാർ കേസിലെ വിധി ലംഘിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പ്രകാരം നിങ്ങൾ 35(3) നോട്ടീസ് തരിക. നോട്ടീസ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ അവിടെ വരും. അതിന് നിങ്ങൾ തൃപ്തിയായില്ലെങ്കിൽ എന്നെ പിന്നീട് അറസ്റ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ അതിൽ അവസാനം രാത്രി എന്നെ ഈ കാര്യത്തിൽ VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം DGPയെ വിളിച്ച് വാൺ ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് അവിടുന്ന് സ്ഥലം വിട്ടു എന്നുള്ളതാണ് സത്യം. ഇവിടെ രാജൻ ജോസഫിനെതിരെ ഇപ്പോൾ എടുത്ത നടപടികൾ ഈ ഗവൺമെന്റ് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്നതാണ്. VD സതീശനും അതുപോലെ രമേശ് ചെന്നിത്തലയും ചീത്തപ്പേരുണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരമില്ലായിരുന്നു. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം തെളിവുണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ. മാത്രമല്ല അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്പെക്ഷൻ മെമ്മോ ഒപ്പിട്ട് മേടിക്കണം. കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഒരു കോപ്പി എടുക്കുക. അതിന് സുഹൃത്തും ഉണ്ടായിരിക്കണം. അങ്ങനെ മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ എന്നുള്ള നിബന്ധനയെല്ലാം ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയത്. അപ്പോൾ രാജൻ ജോസഫിന് പോലീസിനെതിരെ കേസ് കൊടുക്കാവുന്ന ഗ്രൗണ്ട് ഉള്ളൊരു കേസമാണ്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞുള്ള കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ശ്രീരാമ കുഞ്ഞമ്മ അവിടെ ചെന്നപ്പോൾ കാണിച്ചത് ഒട്ടും ശരിയായ കാര്യമല്ല. കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയെ അവിടെ ചെന്ന് അതിനുള്ളിൽ കയറി ഭീഷണിപ്പെടുത്താനോ അതേപോലെ അവിടെ ചെന്ന് പോലീസിന് മുമ്പാകെ അല്ലാതെ സംസാരിക്കാനോ ശ്രീരാമ കുഞ്ഞമ്മയ്ക്ക് അധികാരമില്ല. മാത്രമല്ല അവിടെ ചെന്നപ്പോൾ ഒരു 10-30 പേർ അദ്ദേഹത്തെ ആക്രമിച്ചു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ക്രമസമാധാന ലംഘനമാണ്. അതിൽ കൃത്യമായി കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽപ്പെട്ട ആളുകളെല്ലാം അകത്താവും. അവസാനം വാദി പ്രതിയാകുന്ന ഒരവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കിവിടെ ഇതിന് ശേഷം രാജൻ ജോസഫ് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം ഇട്ട പോസ്റ്റ് ഒന്ന് വായിക്കേണ്ടതാണ്. അതിൽ അദ്ദേഹത്തിന് ഒരു ചുക്കും സംഭവിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വാദി പ്രതിയാകുന്ന രൂപത്തിൽ അദ്ദേഹം നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന് കോടതിയിൽ പോയപ്പോൾ അപ്പോൾ തന്നെ ജാമ്യം കിട്ടി. ശരിക്കും കോടതിയിൽ നിന്ന് പോലും ജാമ്യം കിട്ടേണ്ട ആവശ്യമില്ല. പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാവുന്ന വകുപ്പാണുള്ളത്. പോലീസ് പിന്നെ കോടതിയിൽ കൊണ്ട് ഹാജരാക്കി എന്നുള്ളൂ. പക്ഷെ അവിടെ നിന്ന് കൃത്യമായി ജാമ്യം കിട്ടി. ഈ കഴിഞ്ഞ ഗവൺമെന്റിനെ കുറിച്ച് ഏറ്റവും ചീത്തപ്പേരുണ്ടാക്കിയത് എന്താണ്? പിണറായി വിജയന് എന്നെപ്പോലെ ഷാജൻസ്കറിയെ പോലെ അതേപോലെ നിരവധി ആളുകളെ, പത്രപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. പിണറായി വിജയന്റെ സർക്കാർ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യുന്ന രീതി എന്താണ്? അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യും, അർദ്ധരാത്രി മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. എന്നിട്ട് ജാമ്യക്കാരെയോ അഡ്വക്കറ്റിനോ ഹാജരാകാൻ പറ്റാത്ത രൂപത്തിലാക്കി റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യത്തിന് അപേക്ഷ വന്നാൽ നീട്ടി കൊണ്ടുപോകും. പലതരത്തിലുള്ള കള്ളത്തരങ്ങൾ നോക്കും, ഇല്ലാത്ത വകുപ്പുകൾ ചേർക്കും. അവസാനം എൻ്റെ കേസിലൊക്കെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എൻ്റെ കേസിലൊന്നും നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ്. വീണ ജോർജ് കൊടുത്ത കേസിൽ നിർബന്ധമായിട്ട് വീണ ജോർജിന് തിരിച്ചടി കിട്ടാവുന്ന കേസാണ്. ഇവിടെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത് പോലീസ് കുടുങ്ങുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. മാത്രമല്ല നൈനാന്റെ നേതൃത്വത്തിൽ അവിടെ ആക്രമിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ അതിൽപ്പെട്ട ആളുകളെല്ലാം കുടുങ്ങും. അത് ചെറിയ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്ന വകുപ്പാണെങ്കിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളപ്പോൾ ഇദ്ദേഹത്തെ ആക്രമിച്ചവർക്കെല്ലാം നോൺ ബെയിലബിളായ വകുപ്പാണ് ആക്ച്വലി ചുമത്തേണ്ടത്. അത് സ്വാഭാവികമാണ്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ രാജൻ ജോസഫ് ഇന്നലെ ഇട്ട ഒരു പോസ്റ്റിൽ പറയുന്നത്, കഴിഞ്ഞ ദിവസം അടൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വായി നോക്കി രാഹുലിന്റെ ഗുണ്ടകളുടെ അതിക്രൂരമായ മർദ്ദനമേറ്റ് മൃതപ്രായനായി നിലത്ത് കിടക്കുന്ന രാജൻ ജോസഫിനെ നിലത്ത് കിടക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടാണ് അദ്ദേഹം പരിഹാസ രൂപേണ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒരൊറ്റടി പോലും തരാൻ കഴിയാതിരിക്കുന്നതാണ് മൃഗീയ മർദ്ദനം എന്ന് മലയാളത്തിൽ അർത്ഥമാക്കുന്നത് എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്.
ഇത് എൻ്റെ മിടുക്കുകൊണ്ടല്ല, പാവം പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപാട് ബുദ്ധിമുട്ടി. അവരോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. അവരിൽ പലർക്കും മർദ്ദനമേറ്റു. അഥവാ ഒന്ന് കിട്ടിയാൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് അയാളെ 10 തിരിച്ചു കൊടുക്കാൻ നല്ല കെൽപ്പുണ്ട്. ആയതിനു വേണ്ട ആൾബലവും അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കാൻ തയ്യാറായ ആളുകളുമുണ്ട്. എന്തായാലും എൻ്റെ പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. കരഞ്ഞ് കാമം തീർക്കുന്ന കഴുതുകളെ പോലെ അവർ എന്നെ അടിച്ചു എന്ന് പറഞ്ഞു വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒന്ന് തൊട്ട് നോക്കണം, തൊടുന്നവനെ വെറുതെ വിട്ടേക്കും. പക്ഷേ ഹെഡ് മാസ്റ്റർ മാങ്ങാണ്ടി അവൻ്റെ കൂട്ടുകാരി മുന്നിൽ ഒന്നിനെ ഞാൻ ഞങ്ങെടുക്കും. സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്ത പോലെ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞൊരു പോസ്റ്റും ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനടിയിൽ വന്ന കമൻറ്റുകളെല്ലാം തന്നെ രാജൻ ജോസഫിനെതിരാണ് എന്നുള്ളതാണ് സത്യം. ഇതിൽ പറയുന്ന രമേശ് കോണിക്കൽ പറയുന്നത്, എന്തു പറഞ്ഞാലും നിന്റെ വായിക്ക് ഒരു ലൈസൻസ് ആവശ്യമാണ്. മറ്റൊരാൾ പറഞ്ഞ കഞ്ചാവ് അടിച്ച് മയങ്ങി വീണ് കിടക്കുന്ന രായപ്പൻ. മറ്റൊരാൾ മാപ്പെഴുതി കൊടുക്കാതെ നട്ടല് വിളയ്ക്കാതെ ഒരുപാട് ഗുണ്ടകൾ നേരിട്ട് ആക്രമിക്കാൻ നോക്കിയിട്ടും നിന്റെ നിലപാടുകളിൽ നിന്ന് ഒരു അടിപൊളി പിന്നോട്ട് വെക്കാതെ നിർഭയം മുന്നോട്ട് പോകുന്ന താങ്കൾക്ക് ബിഗ് സല്യൂട്ട്. താങ്കളെ പോലെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ താങ്കൾക്ക് അഭിമാനിക്കാം. പെണ്ണ് പിടിച്ചതിൻ്റെ പേരിലോ ഗർഭം കലക്കിയതിൻ്റെ പേരിലോ അഴിമതി നടത്തിയതിൻ്റെ പേരിലോ കൊള്ളയടിച്ചതിൻ്റെ പേരിലോ അല്ലല്ലോ താങ്കളെ അറസ്റ്റ് ചെയ്തത്. പാവപ്പെട്ട പെൺകുട്ടികളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭസ്ഥ ശിശുക്കളെ കൊന്നു തള്ളുന്ന പേട്മാഷയും കൂട്ടരെയും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടിയതിനാണ്. അത് ഇനിയും തുടരട്ടെ, ഈ നാട് താങ്കളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത കൊണ്ടുവന്ന പോലീസിൻ്റെ ഒരു ഫോട്ടോ അടക്കമാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ മിതത്വം പാലിക്കേണ്ടത് ശ്രീനാമ കുഞ്ഞമ്മയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ കടമയാണ്. ഈ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് പോലീസിനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ ഡിജിറ്റൽ മീഡിയ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ എൻ്റെ ചാനലിൽ വേണ്ടത്ര രൂപത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല, വാർത്തകൾ കൊടുത്തിരുന്നില്ല. ഇപ്പോൾ വളരെ അത് വീണ്ടും തുടരാൻ പോവുകയാണ്. വളരെ ശക്തമായ രൂപത്തിലുള്ള വാർത്തകളും അന്വേഷണ റിപ്പോർട്ടുകളുമാണ് ഈ ക്രൈം ഓൺലൈൻ ചാനലിൽ വരാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.